അപ്പോൾ അത്രയും പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല കോംപ്രമൈസിന്. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനുശേഷം നിർത്തി ആരോടും ചോദിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ ഒരു സംഭവമേ നിർത്തി. പക്ഷേ ഞാൻ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സീമ വിനീതിനെ കുറെ പേർക്ക് അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരി. ഇൻഫ്ലുവൻസറായും ആക്ടിവിസ്റ്റായും മോഡലും ഒക്കെ ആയി തിളങ്ങി നിൽക്കുന്ന സീമ കേരളം ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ഒരു ട്രാൻസ്ജെൻഡറും കൂടിയാണ്. പൊതുവെ ട്രാൻസ്ജെൻഡർ ആരും അടുപ്പിക്കാറില്ലല്ലോ, പക്ഷെ എന്തോ സീമ എല്ലാവർക്കും ഇഷ്ടമാണ്. സീമയെ കുറിച്ച് ഇപ്പൊ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സീമ ഇത് കുറിപ്പ് ഞാനൊന്ന് വായിച്ചു തരാം. ഞാൻ സീമ വിനീത് ഒരിക്കലും ഇതുപോലെ വീണ്ടും കുറിക്കാൻ ഇടവരരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ പൊതുവായി പറയേണ്ടടുത്തും മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലാത്തതിനുമൂലമാണ് ഇവിടെ കുറിക്കുന്നത്. സ്വയം ആത്മഹത്യയിലേക്ക് പോകണോ ഒളിച്ചോടണോ യാതൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യമാവണമെന്നില്ല. അങ്ങനെ ഒരു അവസരം എടുത്ത തീരുമാനമായിരുന്നു. വിവാഹ ജീവിതത്തിന് ഒരു കൂട്ടുണ്ടാവണം, ആരെങ്കിലും ഒപ്പം വേണമെന്നും. പക്ഷെ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് വളരെ നാളുകൾക്ക് മുമ്പാണ് തിരിച്ചറിയുന്നത്. ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങളെന്നും. പക്ഷേ ഈ ഒരു യോജിപ്പില്ലായ്മയിൽ നിന്ന് പുറത്ത് കടക്കാൻ ഒരു ഭയമായിരുന്നു. മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എങ്ങനെ ഫേസ് ചെയ്യും. പക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും. ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പത്തിലായിരുന്നില്ല. അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. മുമ്പൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പിന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു. ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിലൊരു പെരുമാറ്റം ഇനി മേലിലുണ്ടാവില്ല എന്ന വാക്കിന്മേലായിരുന്നു അന്ന് ആ പോസ്റ്റ് പിൻവലിച്ചത്. ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചിരുന്നു. ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും റെസ്പെക്റ്റും ആഗ്രഹിച്ചിരുന്നു. അന്നൊന്നും ജീവിതത്തിൽ കടന്നപ്പോൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളുമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തും തിരുത്താൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിച്ച് മാതൃകാ ദമ്പതികൾ എന്ന് നമുക്ക് യാതൊരു വിലക്കും തരാതെ സംസാരിക്കുക, നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ വളർച്ചയും പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുക, ഒരു ദിവസം സന്തോഷത്തോടെ പെരുമാറിയെങ്കിൽ പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന തരത്തിലാണ് സ്വഭാവം. പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിശബ്ദത പാലിച്ചു. മനസമാധാനത്തോടെ നന്നായി ഉറങ്ങിയിട്ട് മാസങ്ങളായി. എൻ്റെ ദിനചര്യങ്ങളും ജോലിയും ശരീരവും മനസ്സും ഒക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഞാൻ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, മനസമാധാനം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത്. അന്നൊന്നും ആരും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും ഞാനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ സീമ വിനീത്. സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സീമയുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. വളരെ മുമ്പ് സീമയ്ക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അന്ന് സീമക്ക് 18 19 ഒക്കെ വയസ്സ് പ്രായമുള്ളൂ. പക്ഷെ അയാൾക്ക് വേറൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചു കാലത്തിന് ശേഷം സീമ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പിന്നീട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരാളുമായി തന്നെ സീമ അടുപ്പത്തിലായി. പക്ഷെ ആ ബന്ധത്തിനും അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആ ട്രാൻസ്ജെൻഡർ പങ്കാളി സീമയെ സാമ്പത്തികമായി പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കേസൊക്കെ ആയി അവസാനം ഒത്തുതീർപ്പാക്കി വിടുകയാണ് ചെയ്തത്. പിന്നീടാണ് സീമ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെ അതിനിടയിൽ ഒരു പുതിയ പ്രണയം തുടങ്ങി. ആക്ച്വലി നമ്മൾ നേരത്തെ വായിച്ചതുപോലുള്ള ഒരു പോസ്റ്റ് മുമ്പും സീമ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ എൻഗേജ്മെന്റിന് ശേഷമായിരുന്നു അത്. ഭർത്താവിൽ നിന്നും പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴാണ് സീമ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. എന്നാൽ ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്നുള്ള ആളുടെ ഉറപ്പിന്മേൽ സീമാ ബന്ധം തുടർന്നു കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് ഇരുവരും രജിസ്റ്റർ വിവാഹം ചെയ്തു. അതിനുശേഷം അമ്പലത്തിൽ വെച്ച് താലി കെട്ടണമെന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ചെറിയൊരു ഭാഗം കണ്ടു നോക്കാം. കുഞ്ഞു വീഡിയോ ആണ്. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഒരുപാട് നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയാം, ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കുറേ കൂടെ കാണും. അതൊരു ബ്ലോഗ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നിങ്ങളോടെ പങ്കുവെക്കാം. അതാണ് ഒന്നിച്ചാട്ടെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് ഇന്നങ്ങനെ നിങ്ങളുടെ കൂടെ കൂടിയാണ്. അങ്ങനെ കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട് ഒരുമിച്ചൊരു വീഡിയോ ചെയ്യണം. ഞങ്ങൾ ഒരുമിച്ചില്ലെങ്കിലും 2 സ്ഥലത്തിരുന്ന് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ നിങ്ങളോടും കൂടെ ഒരു വിശേഷം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴാണ് താലി കെട്ട് എന്നൊക്കെ ചോദിക്കുന്നത്. കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷെ താലികെട്ട് നടത്തിയിട്ട് ആണ് കല്യാണം എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ ഒരു അവസരത്തിൽ തന്നെ ഞങ്ങളുടെ രജിസ്റ്റർ കഴിഞ്ഞതായിരുന്നു. പോസ്റ്റ് നോട്ടീസ് പീരീഡ് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് എൻഗേജ്മെന്റ് അന്ന് തന്നെ ആ ഡേറ്റ് 30 ദിവസമായിരുന്നു. വന്ന് അവിടെ വെച്ച് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം നമുക്ക് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നു. അപ്പൊ ഇനിയിപ്പം വെച്ച് താമസിക്കണ്ട,
കാര്യങ്ങൾ നടക്കട്ടെ അതിന്റെ ഭംഗിയായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നങ്ങനെ തീരു കുറിക്കണം, മുഹൂർത്തം, അതൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ താലികെട്ട് ഒരു 1 year കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ രണ്ടാളും. അപ്പോൾ അതിനുള്ള മുഹൂർത്തം കുറിക്കാൻ പോകുന്ന ദിവസമാണിത്. അത് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഏകദേശം 3 മാസം മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. അതിനുശേഷം പങ്കാളിയിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയതോടെയാണ് നമ്മൾ പിരിയാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ വായിച്ച നീണ്ട കുറിപ്പ് സീമ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടെ ആയിരുന്നു ഈ കല്യാണത്തെയും തുടർന്നുള്ള ജീവിതത്തെയും സീമ നോക്കി കണ്ടിരുന്നത്. വിവാഹ ജീവിതം സക്സസ് ആവാൻ വേണ്ടി അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാതൃകാ ദമ്പതികളെ പോലെ അഭിനയിച്ച് മടുത്തു എന്നാണ് സീമ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. അല്ലെ, സ്വന്തം പരിശ്രമത്തിലൂടെയാണ് സീമ എന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത്. വിനീത് എന്നായിരുന്നു സീമയുടെ പേര്. അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ വേർപിരിഞ്ഞു. അമ്മയുടെ വീട്ടിലാണ് പിന്നീട് സീമ വളർന്നത്. തന്റെ മനസ്സും ശരീരവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് സീമ ചെറുപ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയെ പോലെ ഒരുങ്ങി നടക്കാൻ തുടങ്ങിയ സീമയെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ പഠനം നിർത്തി നാട് വിട്ടു, പല ജോലികളും ചെയ്തു. 6 വർഷം മുമ്പാണ് ഇവർ പൂർണ്ണമായും സ്ത്രീയാകാനുള്ള ശസ്ത്രക്രിയ ആരംഭിക്കുന്നത്. അങ്ങനെ സർജറികളും ഹോർമോണൽ ചികിത്സകളും എല്ലാം കഴിഞ്ഞു. കരിയറിൽ ഉന്നതങ്ങളിലെത്തി, നല്ലൊരു വീട് വെച്ചു. പണ്ട് തള്ളി പറഞ്ഞവരൊക്കെ കൂടെ നിൽക്കാൻ തുടങ്ങി. പിന്നീട് സീമയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബമായി ജീവിക്കണം എന്നുള്ളത്. പക്ഷെ അത് മാത്രം സീമ ആഗ്രഹിച്ച പോലെ നടന്നില്ല എന്നുള്ളതാണ്. മുമ്പ് പലതവണ ഇനിയൊരു വിവാഹ ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച ആളാണ് സീമ. പക്ഷെ ഏറ്റവും വലിയ ആഗ്രഹം ഇടയ്ക്കിടെ അത് വീണ്ടും പുറത്തേക്ക് വരും. പക്ഷെ സ്നേഹം നടിച്ച് കൂടെ വരുന്നവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലാക്കിയതോടെ വീണ്ടും മനസ്സ് മടുക്കും. അതിനെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ സീമ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടോക്കാം. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിലുള്ള സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർജ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത് ശരിയായ വണ്ണം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയൊക്കെ ചെയ്യുന്നത് ഇതിനൊരു കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരിഗണന കിട്ടാത്തതൊക്കെ നമ്മളൊരു പാർട്ട്ണറിൽ നിന്ന് നേടാനൊക്കെ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗവും കൂടെ അതിനകത്ത് ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു അവസ്ഥ? എന്താണ് എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ റിലേഷൻഷിപ്പില് ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് ആകെ പ്രതീക്ഷിച്ചുള്ള സ്നേഹം മാത്രമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മനുഷ്യരും നമ്മളെ സമീപിക്കുന്നത്. അതിപ്പോ സൗഹൃദത്തിലായാലും അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലിയിലായാലും ചെറിയൊരു വിശ്വാസക്കുറവ് എല്ലാ മനുഷ്യരോടും എനിക്കുണ്ട്. കാരണം അതാണ് അനുഭവം, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. അതാണ് അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ഗുരു. സ്നേഹം നടിച്ചു വരുന്നവരൊക്കെ പറ്റിച്ച് കടന്നു കളയുമ്പോൾ പിന്നീട് ആരെങ്കിലും നമ്മെ ജെന്യുവനായി സ്നേഹിച്ചാൽ പോലും നമുക്ക് ആ സ്നേഹത്തിൽ സംശയം തോന്നും. വല്ലാത്തൊരവസ്ഥയാണത്. ഉള്ളിലുള്ള ആ ട്രോമ കാരണം നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹം കിട്ടുമ്പോൾ അത് സത്യമാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആ സ്നേഹം വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത് എത്ര വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കി കേട്ടോക്കാം. ഈ ഒരു ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് അവരിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥ സ്നേഹമായിരിക്കും, അവർ നമ്മളെ പ്യുവറായിട്ട് സ്നേഹിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മള് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവരിൽ നമ്മള് എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്യാണ്, നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അവരിൽ നിന്ന് സ്നേഹം കിട്ടുന്ന പ്യുവർ ആയിരിക്കും, നമ്മളെ ചേർത്ത് പിടിക്കും, ഇവരുണ്ടാവും നമുക്ക് എന്നൊക്കെ കരുതിയാണ് നമ്മൾ അവരോട്. പക്ഷെ അവിടെയൊക്കെ നമ്മള് ഒരു സമയം നമ്മളത് മനസ്സിലാക്കും, നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു, നമ്മൾ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത്. ചില ആൾക്കാര് കാശിന് വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് കാശുണ്ടാവും, അവരൊക്കെ ആരും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ, അപ്പോ അവരിന് ഈസി ആയിട്ട് കുറച്ച് കാശ് കിട്ടുമായിരിക്കും എന്ന് കരുതി വരുന്ന ആൾക്കാര്. ചില ആൾക്കാർ എന്താണ് ഇവര് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സമീപിക്കുന്ന ആൾക്കാര്. അങ്ങനെയൊക്കെയാണ് കൂടുതലും ഈ ട്രാൻസ് പീപ്പിളിന്റെ അടുത്തേക്ക് ഒരു സ്നേഹമായിട്ട് വരുന്ന ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും സ്നേഹം എന്ന് കേട്ട വരുന്ന ആൾക്കാരോടത്ത് ഭയങ്കര എനിക്കൊരു വിശ്വാസക്കുറവാണ്, ഒരു അവിശ്വാസമാണ്. നമുക്ക് എന്റെ ലൈഫില് ഞാന് മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ്. അയ്യോ എനിക്ക് ആളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്റെ ജീവിതത്തില് വേറെ ഒരു കുറവുകളിലോ ഉണ്ടായെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആയെന്ന് പറഞ്ഞിട്ടോ മറ്റൊരാൾ കളിയാക്കിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു മൊമെന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് സെക്കൻഡ് അപ്പൊ തന്നെ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിയതൊക്കെ അങ്ങനെ ഒരു സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് തിരിച്ചറിയുന്ന സമയം പോകുന്നവര് പോട്ടെ എന്ന് വെച്ചിട്ട് ജീവിതം മൂവ് ഓൺ ചെയ്തത്. ഓക്കെ, ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ചെറുപ്പം തൊട്ടേ അവഗണനകളും കളിയാക്കലുകളും ഏറ്റുവാങ്ങേണ്ടി വരുന്നതാണ് അല്ലേ. അപ്പൊ എവിടെന്നെങ്കിലും സ്നേഹത്തിന്റെ ഒരു ചെറിയ വെളിച്ചം കണ്ടാൽ മതി, അവരത് തേടി പോകും, എന്നിട്ട് ക്രൂരമായി പറ്റിക്കപ്പെടും. സീമയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടുള്ള കളിയാക്കലുകളൊന്നും അവർക്ക് വലിയ പ്രശ്നമല്ലായിരുന്നു. എന്നാൽ സ്നേഹിച്ച ആളിൽ നിന്ന് ചതിക്കപ്പെട്ടത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ജീവൻ എടുക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ചു പോയി. പക്ഷെ പിന്നീട് അവർക്ക് വീണ്ടും വിചാരമുണ്ടായി. എന്തായാലും ഇത്തവണ അവർക്ക് വിവാഹത്തിന് ശേഷമാണ് പങ്കാളിയിൽ നിന്നും അവഗണന നേരിടേണ്ടി വന്നത്. സീമ പറഞ്ഞ പോലെ സ്നേഹം നടിച്ചു വന്ന പലർക്കും പല ആവശ്യങ്ങളുമായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ പലതരത്തിലും അവർ സീമയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇയാളും അതിൽ നിന്നും വ്യത്യസ്തനായിരുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.